അപ്പോൾ യസ്ദി എവിടെയും പോയിട്ടില്ല, അവർ തിരിച്ചു വരുവാന്ന് പറഞ്ഞാണ് അവർ ഈ ഒരു 2025 വേർഷൻ യസ്ദി റോഡ്സ്റ്റർ ഇറക്കിയേക്കണേ. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് മാറ്റങ്ങളും ചേഞ്ചസും നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ഫുൾ കണ്ടാൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുന്നതായിരിക്കും. സോ ലെറ്റ്സ് ഗോ. സോ ഇതാണ് ഏറ്റവും പുതിയ റോഡ്സ്റ്റർ കേട്ടോ, യസ്ദിയുടെ റോഡ്സ്റ്റർ. ഇതിൽ എന്താണ് ഇത്ര പ്രത്യേകത എന്ന് വെച്ചാൽ ഫ്രണ്ട് അങ്ങനെ വലിയ മാറ്റമൊന്നുമില്ല, പക്ഷേ കുറേ കസ്റ്റമൈസേഷൻ നമുക്കിത് വെച്ച് ചെയ്യാൻ പറ്റും. കുറേ കസ്റ്റം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓൾമോസ്റ്റ് 6 കസ്റ്റം രീതി തന്നെ അവർ ഫാക്ടറിയിൽ നിന്ന് തന്നെ ഇറക്കുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും വലിയ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഈ സീറ്റ് നമുക്ക് ഈസി ആയിട്ട് സ്ക്രൂയിങ് ഒന്നുമില്ല, ജസ്റ്റ് സൈഡ് പാനൽ തുറക്കുക. ഈ സൈഡ് പാനൽ തുറന്നിട്ട് ഇതിൻ്റെ അകത്തൊരു വള്ളി വലിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു സീറ്റ് നമുക്ക് ഊരി മാറ്റാൻ പറ്റും. ഇത്രയും ഈസി ആയിട്ട് നമുക്ക് സിംഗിൾ സീറ്റും നമുക്ക് ഡുവൽ സീറ്റായിട്ട് ഓടിക്കാൻ പറ്റുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കാം, ഫ്രണ്ടിൽ അങ്ങനെ വലിയ മാറ്റമൊന്നുമില്ല, പക്ഷേ ഇതിനൊരു LED ചെറിയ LED കുട്ടി ഹെഡ് ലാംപ്സ് നമുക്ക് കാണാൻ പറ്റും. ടെലിസ്കോപ്പിക് സസ്പെൻഷൻ, 320mm ഡിസ്ക് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. ഡയമണ്ട് കട്ട് വീൽസ് ആണ്. ഫ്രണ്ടിൽ 18ഉം റിയറിൽ 17 ഇഞ്ചാണ്. പക്ഷേ റിയറിൽ ഇപ്പോൾ 150 സെഷൻ്റെ ഫാറ്റ് ടയേഴ്സാണ് കൊടുത്തേക്കുന്നത്. ഭയങ്കര സൈസ് ആയിട്ടുള്ള ടയേഴ്സാണ് ഇതിൽ കൊടുത്തേക്കണേ. പിന്നെ ഇത് വന്നേക്കുന്നത് 334cc അൽഫ 2 എഞ്ചിനാണ്. എനിക്കൊന്ന് നമ്മുടെ ജാവയുടെ FJ42 FJയിൽ ആ ഒരു FJയിൽ വന്നേക്കണ ആ ഒരു ടൈപ്പ് ഓഫ് എഞ്ചിനാണ് ഇതിന് വന്നേക്കുന്നത്. 29.1 PS ആൻഡ് 29.6 Nm ഓഫ് ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ ചാവിയൊക്കെ ഇപ്പോഴും ഈ സൈഡിൽ തന്നെയാണ് വെച്ചേക്കുന്നത്. നമുക്ക് ഈ ആ റേഡിയേറ്റർ കാണാം. ഡുവൽ എക്സോസ്റ്റ് ആണ്. എക്സോസ്റ്റിനോട്ട് നല്ല രസമുണ്ട്. റിയറിൽ നമുക്ക് ഡുവൽ ഷോക്കാണ്. അത് നമുക്ക് പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ MRFൻ്റെ ടയേഴ്സാണ് ഈ ഒരു വണ്ടിക്ക് അവർ കൊണ്ടുവന്നേക്കണത്. കുറേ അടിപൊളി കളർ സ്കീമിലാണ് അവർ മെയിനായിട്ട് ഈ വണ്ടി ഇറക്കുന്നത്. പിന്നെ റിയറിലാണ് ഇതിന് ഏറ്റവും വലിയൊരു മാറ്റം വന്നേക്കുന്നത്. നമുക്ക് റിയറിൽ കുറച്ചും കൂടെ സൈസ് കൂടിയ ഭയങ്കര ഫാറ്റ് ആയിട്ടുള്ള ഒരു 150 സെഷൻ ടയേഴ്സും കൊടുത്തിട്ടുണ്ട്. അതുകൂടാണ്ട് ഈ ഒരു ഫെൻഡറും ഭയങ്കര സൈസ് അവർ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഒരു രീതി നോക്കിയാൽ കുഴപ്പമില്ല, ചില ആംഗിളിൽ വലിയ ഭംഗിയില്ല എന്നാണ് എനിക്ക് തോന്നിയത്. ആൻഡ് റിയർലി ഹഗ്ഗർ കൊടുത്തിട്ടുണ്ട്. ഈ ഹഗ്ഗറിലാണ് നമുക്ക് നമ്പർ പ്ലേറ്റ് ഫിക്സ് ചെയ്യാൻ പറ്റുക. അത് കൂടാണ്ട് ഈ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് കാണുന്നില്ലേ, ഇവിടെ നമുക്ക് ടെയിൽ ലാമ്പ്. പക്ഷേ ഇതിൻ്റെ ഹയർ വേരിയൻസിൽ നമുക്ക് ഇൻഡിക്കേറ്ററിൽ തന്നെ ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ടാണ് നമ്മുടെ ടെയിൽ ലാമ്പ് തന്നെ കേട്ടോ. അപ്പോൾ ഈ ടെയിൽ ലാമ്പ് നിങ്ങൾക്ക് കാണാൻ കിട്ടില്ല, അവിടെ തന്നെ ആയിരിക്കും നമുക്ക് ടെയിൽ ലാമ്പും ഇൻഡിക്കേറ്റേഴ്സും കൊണ്ടുവരാൻ പോണത്. ഇതും ഈ ടെയിൽ ലാമ്പ് ഉണ്ടാവില്ല, ഈ ഹഗ്ഗർ മാത്രമേ ഉണ്ടാവുള്ളൂ ഫോർ നമ്പർ പ്ലേറ്റ് ഫിക്സിങ്. അപ്പോൾ ഇതാണ് വണ്ടി. ആ സിംഗിൾ സൈഡഡ് നമുക്ക് ആ ഒരു ഹഗ്ഗർ കാണാൻ പറ്റും. പിന്നെ നമ്മുടെ സ്ലിപ്പർ ക്ലച്ചും കാര്യങ്ങളും ഈ വണ്ടിക്ക് ഓൾറെഡി ഉണ്ട്. ആ ഒരു പഴയ ആ ഒരു മുമ്പത്തെ മോഡലുണ്ടായ അതേ കാര്യങ്ങളൊക്കെ ഈ വണ്ടിക്കും അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കയറിയിരിക്കാം. 795mm ആണ് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ്. നമുക്ക് ഈസി ആയിട്ട് ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാം. എൻ്റെ ഹൈറ്റ് 5'6" ആണ്. ഈ ഭാഗത്ത് ഭയങ്കര കട്ടിങ് ഉള്ളതുകൊണ്ട് ഹൈറ്റ് കുറഞ്ഞവർക്കായാലും നല്ല സുഖമായിട്ട് ഇരുന്ന് പിടിക്കാം. എൻ്റെ മുട്ട് മടങ്ങിയാണ് എൻ്റെ മുട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഹാൻഡിൽ ബാർ ഉണ്ട്. ഹയർ വേരിയൻസിൽ കുറച്ചും കൂടി ഫ്ലാറ്റ് ആയിട്ടുള്ള ഹാൻഡിൽ ബാർസ് നമുക്ക് കിട്ടും. ഇതാണ് സ്വിച്ച് ഗിയേഴ്സൊക്കെ കണ്ടോ. ഇവിടെ നമുക്ക് മോഡ്സ് ട്രിപ്പ് A ട്രിപ്പ് B സെറ്റ് ചെയ്യാനുള്ള. പിന്നെ ഇവിടെ നമുക്ക് ഡിമ്മ് ബ്രൈറ്റും നമ്മുടെ ഹോണ്, ഇൻഡിക്കേറ്റേഴ്സ്, ഹസാർഡ്, സെൽഫ്, കിൽ സ്വിച്ചും കാര്യങ്ങളാണ്. ഇതാണ് നമ്മുടെ ടാങ്ക്. ആ ഒരു നല്ല അടിപൊളി ഷേപ്പുള്ളൊരു ടാങ്കാണ്. നമ്മുടെ കാലൊക്കെ വെക്കാനായാലും കണ്ടോ, കറക്റ്റ് ആ കാലിൻ്റെ ഷേപ്പിൽ നിൽക്കുന്നൊരു ടാങ്കാണ് നമുക്ക് ഇതിൽ വന്നേക്കുന്നത്. ആൻഡ് ഇതാണ് ആ ഒരു ക്ലസ്റ്റർ കേട്ടോ. റൗണ്ട് ആയിട്ടുള്ള ഫുള്ളി ഡിജിറ്റൽ ക്ലസ്റ്ററാണ്. മേളിൽ നമുക്ക് ഫുൾ നമ്മുടെ ഇൻഫർമേഷൻ, നമ്മുടെ വാർണിങ്സ് എല്ലാം മേളിലുണ്ട്. അതുകൊണ്ട് ഫ്യൂൽ ഗേജും ട്രിപ്പ് A ട്രിപ്പ് B, നമുക്ക് ടാക്കോമീറ്റർ, സ്പീഡോമീറ്റർ, ഓഡോമീറ്ററും കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. സോ അപ്പോൾ ഇതാണ് വണ്ടി. ഇതാണ് റോഡ്സ്റ്റർ. ഇരിക്കാനൊക്കെ നല്ല രസമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് ഞാൻ കേൾപ്പിച്ചിരാം നിങ്ങൾക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു റൈഡിങ് സ്റ്റാൻഡ്സ് കേട്ടോ. ഈ വണ്ടിയുടെ കുറച്ചും കൂടെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഹാൻഡിൽ ബാസിൻ്റെ ടോപ്പ് വേരിയൻസ് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ആ ഒരു റൈഡിങ് പൊസിഷൻ. ഇരിക്കാൻ നല്ല അപ്രൈറ്റ് ആയിട്ടുള്ള റൈഡിങ് പൊസിഷനാണ്. നേരത്തെ ഉണ്ടായിരുന്ന റോഡ്സ്റ്ററിൻ്റെ അതേ ഒരു റൈഡിങ് പൊസിഷനാണ് എനിക്കിതിൽ തോന്നിയത്. അപ്പോൾ ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ടൊന്ന് ഞാൻ കേൾപ്പിച്ചിരാം കേട്ടോ. എല്ലാ പ്രാവശ്യം ഓണാക്കുമ്പോഴും വണ്ടി ഒന്ന് RPM കയറിയിട്ട് പയ്യെ താഴെയുള്ളൂ. നല്ല പൊട്ടലും ചീറ്റിലൊക്കെ ഉള്ള വണ്ടിയാണ്. അപ്പോൾ ഇതേപോലെ 6 കസ്റ്റമൈസേഷനാണ് നമുക്ക് ഫാക്ടറിയിൽ നിന്ന് തന്നെ കിട്ടുന്നത്. അതുകൂടാണ്ട് 50+ കസ്റ്റമൈസേഷൻ നമുക്ക് ഈ വണ്ടിയിൽ ചെയ്യാൻ പറ്റും. അത്രമാത്രം വേരിയൻസും കാര്യങ്ങളാണ് അവർ ഈ വണ്ടിയിൽ ഇറക്കിയേക്കുന്നത്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2,09,969 റുപ്പീസാണ് എക്സ് ഷോറൂം സ്റ്റാർട്ട് ചെയ്യുന്നത് ബേസ് വേരിയൻറ്റിൽ. അതുകൊണ്ട് വേരിയൻസ് അനുസരിച്ച് ഇതിൻ്റെ വിലയും മാറും. നമുക്ക് ഫീച്ചേഴ്സും കുറേ കസ്റ്റമൈസേഷൻ ചെയ്യാം. റിയറിൽ നമുക്ക് ലഗേജ് ക്യാരിയർ വെക്കാം, നമുക്ക് ബാക്ക് റെസ്റ്റ് വെക്കാം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യാം. സിംഗിൾ സീറ്റ് ആക്കാം, നമുക്ക് ഈ ഗ്രാബ് റെയിൽ എടുത്ത് കളഞ്ഞ് സിംഗിൾ സീറ്റ് ആക്കാം, അല്ലെങ്കിൽ നമുക്ക് ഡുവൽ സീറ്റ് ഗ്രാബ് റെയിൽ എടുത്ത് കളയാം. അങ്ങനെ കുറേ കസ്റ്റമൈസേഷൻ ഉണ്ട്. ഇഷ്ടം പോലെ കസ്റ്റമൈസേഷനാണ് ഇപ്രാവശ്യം അവർ ഈ ഒരു യസ്ദി റോഡ്സ്റ്ററിൽ കൊണ്ടുവന്നേക്കണത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എങ്ങനെയുണ്ട് വണ്ടി, അല്ലെങ്കിൽ നിങ്ങൾ പഴയ ഒരു യസ്ദി റോഡ്സ്റ്റർ ഓണർ ആണെങ്കിൽ നിങ്ങളുടെ ഒരു ഫീഡ്ബാക്കും കൂടെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. സോ യെസ്, അതൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഡോണ്ട് ഫർഗെറ്റ് ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലേക്ക് നിൽക്കുക. അടുത്ത വീഡിയോ ബെല്ലിംഗ് അറിയിക്കുന്നതായിരിക്കും. സൈൻ ഓഫ് ചെയ്യണം. മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം കൊച്ചി മച്ചാൻ.